തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ 1-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. 1-ാം വർഷ MBBS വിദ്യാർത്ഥിനി കോട്ടയം സ്വദേശി സ്നേഹയാണ് മരിച്ചത്. പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആത്മഹത്യയ്ക്കുള്ള കാരണത്തിലും വ്യക്തതയില്ല. വിവരങ്ങളുമായി സാനു വീണ്ടും ചേരുകയാണ്. സാനു, പറയൂ. ശ്യാമ, എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ ജൂബിലി മിഷൻ ആശുപത്രിയിലെ 1-ാം വർഷ MBBS വിദ്യാർത്ഥിനിയായിട്ടുള്ള കോട്ടയം സ്വദേശിനി ഹോസ്റ്റലിൻ്റെ 4-ാമത്തെ നിലയിൽ നിന്നും ചാടിയത്. എന്തായാലും അല്പസമയം മുമ്പ് ആ പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജൂബിലി മിഷൻ ആശുപത്രിക്ക് മുൻഭാഗത്താണ് നമ്മളുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് കൂടി അല്പസമയം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞതാണ്. എന്തായാലും പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രാവിലെയാണ് ഈ പെൺകുട്ടി ഈ ഒരു 4-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുന്ന സാഹചര്യം ഉണ്ടായത്. ഹോസ്റ്റലിൻ്റെ 4-ാം നിലയിൽ നിന്നാണ് ചാടിയിട്ടുള്ളത്. എന്താണ് ഈ ഒരു ഇങ്ങനൊരു ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ഒരു പ്രവൃത്തിയിലേക്ക് നയിച്ച കാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെയും വ്യക്തതയില്ല. ആദ്യഘട്ടത്തിൽ ഈ വിവരം കൃത്യമായിട്ട് പുറത്തുവിടാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ 100 ദിവസമായിട്ട് നേഴ്സുമാരുടെ സമരമൊക്കെ നടക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇന്നലെ കൂടി ഇവിടെ ചർച്ചയൊക്കെ നടത്തിയിരുന്നു. ആ ചർച്ച കൂടി അത് പൂർണ്ണതയിലെത്താതെ പോവുകയും വലിയ രീതിയിൽ ബിഷപ്പ് ഹൗസിലടക്കം പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ചെയ്ത ഒരു ആശുപത്രി കൂടിയാണ്. എന്തായാലും ആ ആശുപത്രിയുടെ ഹോസ്റ്റലിൽ നിന്നാണ് ഇന്ന് രാവിലെ ഒരു പെൺകുട്ടി ചാടിയിരിക്കുന്നത്. രാവിലെ ഈ ഹോസ്റ്റലിന് സമീപത്തെത്തിയ ജീവനക്കാരാണ്, ആശുപത്രിയിലെ ജീവനക്കാരാണ് ഈ പെൺകുട്ടി നിലത്ത് കിടക്കുന്നത്, ചോര വാർന്നൊലിച്ച് രക്തം വാർന്നൊലിച്ച് നിലത്ത് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ICUവിൽ പ്രവേശിക്കുകയായിരുന്നു. തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് അല്പസമയം മുമ്പ് പെൺകുട്ടിയുടെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്തെങ്കിലും പറയുന്നുണ്ടോ ഈ വിഷയത്തിൽ? ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഔദ്യോഗിക പ്രതികരണവും ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു പെൺകുട്ടി ചാടിയിരിക്കുന്നു, ഇത്തരത്തിൽ ചാടി എന്നുള്ള വിവരം ഈ ആശുപത്രിയിലെ മറ്റ് ആളുകളിൽ നിന്നാണ് മാധ്യമങ്ങളിലേക്ക് എത്തുന്നത്. ഔദ്യോഗികമായിട്ട് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണം, പെൺകുട്ടി മരണപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായതെന്നോ അതിലേക്ക് നയിച്ച കാരണം എന്താണെന്നോ ഒന്നും ഇതുവരെയും വ്യക്തതയില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അല്പസമയം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നേഴ്സുമാരുടെ സമരവുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഔദ്യോഗികമായിട്ടൊരു പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും നടത്തിയിരുന്നില്ല. അതേ രീതിയിൽ തന്നെ ഇന്നും ഈ ഒരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോഴും മൗനമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരു പെൺകുട്ടി മെഡിക്കൽ വിദ്യാർത്ഥിനി 1-ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ് രാവിലെ ഹോസ്റ്റലിൻ്റെ 4-ാമത്തെ നിലയിൽ നിന്നും താഴേക്ക് ചാടിയിട്ടുള്ളത്. അത് ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ മറ്റു കാര്യങ്ങളാണോ ഈ ഒരു കാര്യത്തിലേക്ക് നയിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിലിപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ആശുപത്രിക്കുള്ളിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മാധ്യമങ്ങളെ ഒന്നും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നൊരു നിലപാടായിരുന്നു ആശുപത്രി മാനേജ്മെന്റും ഒപ്പം തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരും ഒക്കെ എടുത്തിരുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തിയതോടുകൂടി മാധ്യമപ്രവർത്തകരെ അടക്കം ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികം വൈകാതെ തന്നെ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം, എന്താണ് ഈ സംഭവത്തിന് പിന്നിലെന്നുള്ളൊരു കാര്യത്തിലുള്ള വിശദീകരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കണം. വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒപ്പം ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഒരു വിദ്യാർത്ഥി ഹോസ്റ്റലിൻ്റെ 4-ാം നിലയിൽ നിന്ന് ചാടുകയായിരുന്നു. പരിക്കുകളോടെ കണ്ടെത്തിയ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എന്ന വളരെ ദൗർഭാഗ്യകരമായൊരു വാർത്തയാണ് ഇപ്പോൾ പ്രിയ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്.